പ്രിയപ്പെട്ടവരെ, പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ചില വിമാനങ്ങൾ റദ്ദ് ചെയ്യുകയോ ചില വിമാനങ്ങൾ റീഷെഡ്യൂൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. വിമാനങ്ങൾ റദ്ദ് ചെയ്തതോടെ കൊച്ചിയിൽ മാത്രമല്ല തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരും വലഞ്ഞിരിക്കുകയാണ്. പലപ്പോഴും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കൊക്കെ പോകേണ്ട ആളുകളും ഈ പശ്ചിമേഷ്യയിലെ വിമാനത്താവളങ്ങൾ വഴിയാണ് പോകുന്നത്. പല ആളുകളും വിമാനത്താവളത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഗോപാൽ ശിലാസനൽ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. ഗോപാൽ, ഗുഡ് മോർണിംഗ് ഗോപാൽ. തിരുവനന്തപുരത്തെത്തിയ യാത്രക്കാരും വലഞ്ഞിരിക്കുകയാണ്. അവർ ഈ വിമാനങ്ങൾ റദ്ദ് ചെയ്ത വിവരം അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. പല പ്രധാനപ്പെട്ട വിമാന സർവീസുകളെയും ബാധിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അവരുടെ റീഷെഡ്യൂൾ ചെയ്തിട്ടുള്ള യാത്രയുടെ അറിയിപ്പും കിട്ടിയിട്ടില്ല. അതിൽ അത്യാവശ്യമായിട്ട് പോകേണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ ഗോപാൽ? അതെ ഡോക്ടർ അരുൺ, ഇതിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഈ 8 വിമാനങ്ങൾ റദ്ദാക്കിയെന്ന വാർത്ത ഇന്ന് പുലർച്ചെ വരുന്നത്. ഇന്ന് രാവിലെ പോകേണ്ടിയിരുന്ന വിവിധ വിമാനങ്ങൾ, അതായത് എയർ ഇന്ത്യയുടെയും ഖത്തർ എയർവേസിൻ്റെയും കുവൈറ്റ്, അതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെയും അടക്കം വിവിധ വിമാനങ്ങൾ, മൊത്തം 8 വിമാനങ്ങളാണ് ഇത്തരത്തിൽ റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്. എയർ ഇന്ത്യയുടെ മസ്കറ്റ്, ഷാർജ, അബുദാബി, ദമാം, ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനം, ഖത്തർ എയർവേസിൻ്റെ ദോഹയിലേക്കുള്ള വിമാനം, കുവൈറ്റ് എയർവേസിൻ്റെ കുവൈറ്റിലേക്കുള്ളതും ഇൻഡിഗോയുടെ ഷാർജയിലേക്കുള്ളതുമായിട്ടുള്ള വിമാനങ്ങളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ നിൽക്കുന്നവരൊക്കെ ഇത്തരത്തിൽ ഈ വിമാനങ്ങളിൽ പോകാനുള്ളവരാണ്. ചേട്ടാ റദ്ദാക്കിയ വിമാനത്തിൽ പോകാനുള്ളതായിരുന്നു? അല്ല, ഞാനല്ല, എൻ്റെ ഫ്രണ്ടാണ് പോകാനുള്ളത്. രാവിലെയാണോ അറിഞ്ഞത്? രാവിലെ അറിഞ്ഞത്, ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. എങ്ങോട്ടേക്കായിരുന്നു യാത്ര? ഞങ്ങൾക്ക് ഷാർജ. അത്യാവശ്യ യാത്രയായിരുന്നോ? ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പം ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഡിലേ ആണെന്ന്. ഇവിടെ ഇല്ല, ക്യാൻസൽ ചെയ്യുമെന്ന് അറിഞ്ഞത്. ഇവിടെ വരുമ്പോൾ ഇവരെന്താ പറയുന്നത്? ഇപ്പോൾ ഇവരിപ്പോൾ ഞങ്ങൾ ചോദിക്കാൻ ഇവിടെ വരാൻ പറഞ്ഞ് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി പേരാണ് വലിയ ബുദ്ധിമുട്ട് ഇവിടെ നേരിടുന്നത്. നമുക്ക് കൂടുതൽ ആൾക്കാരുടെ പ്രതികരണത്തിലേക്ക്. നമ്മളെ ക്യാൻസൽ ചെയ്ത വിമാനത്തിൽ പോകാനുള്ളതാണോ? അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് വേണ്ടിയുള്ള മറ്റ് ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതായത് അധികമായിട്ടുള്ള കൗണ്ടറുകളും അതിനോടൊപ്പം തന്നെ കൂടുതൽ സീറ്റിംഗ്, അതായത് കൂടുതൽ ആൾക്കാർ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകളും ഇവിടെ വെയിറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ സീറ്റുകളും ഇവിടെ ഒരുക്കാനാണ് ആലോചിക്കുന്നത്. കൂടാതെ തന്നെ രാവിലെ 3 വിമാനങ്ങൾ ഇത്തരത്തിൽ നേരത്തെ റദ്ദാക്കപ്പെട്ട അല്ലെങ്കിൽ ഡിലേ ചെയ്യപ്പെട്ട 3 വിമാനങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിരുന്നു. കൂടാതെ തന്നെ ഇപ്പോൾ എയർ ഇന്ത്യ അധികൃതരുടെ കൗണ്ടറിന് മുന്നിലാണ് നമ്മളുള്ളത്. ചേട്ടാ, ഇന്ന് യാത്ര ചെയ്യേണ്ടതായിരുന്നോ? എനിക്കല്ല, മരുവനിക്കാണ്. ഇന്നിവിടെ വന്നതിന് ശേഷം അറിഞ്ഞെങ്കിലും വന്ന് നോക്കിയാണ്. അപ്പോൾ ഈ റദ്ദാക്കിയേക്കണ എഴുതി കാണിക്കുന്നുണ്ട്. ഇവരോട് സംസാരിച്ചു? ആരോടെ? ഇന്ന് 10:55 ഉള്ള ഫ്ലൈറ്റിലായിരുന്നു ലോഹയ്ക്ക്. ഇവിടെ വരെ അവരുടെ പ്രതികരണത്തിലേക്ക് ഒന്ന് പോകാം. ചേട്ടാ, ഇന്ന് പോകാനുള്ളതായിരുന്നോ? ഞാൻ ദോഹയിലോട്ട് പോകാൻ വേണ്ടിയിരിക്കുന്നു. അപ്പോൾ ക്യാൻസൽ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. ഇൻഫർമേഷൻ വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ക്യാൻസലാണല്ലോ. അത്യാവശ്യ യാത്രയായിരുന്നോ? അവിടെ നിന്ന് എടുത്ത് അയച്ചതാണ്. അത്യാവശ്യമല്ല, ഞാൻ പുതിയ വിസയിൽ പോകുന്നതാണ്. ജോലിക്കായിട്ട് പോവാം? ജോലിക്കായിട്ട് പോകാനാണ്. ഇവരിവിടെ ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? ക്യാൻസൽ ആയതെന്ന് പറഞ്ഞു. എന്നത്തേക്ക് ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞു? ടിക്കറ്റ് ഞാൻ അവിടെ നിന്ന് എടുത്തത്. അപ്പോൾ അവിടെ ഇപ്പം രാവിലെ 5 മണി ആയിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞ് എന്തെന്ന് അറിയാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു പ്രശ്നം കൂടി അവിടെ ഉണ്ട്. അവിടെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് യാത്ര എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അതെ, വേഗം പോകാൻ സാധിക്കട്ടെ. അപ്പോൾ അത്തരത്തിൽ ഡോക്ടർ അരുൺ, വലിയ ബുദ്ധിമുട്ട് ഇവിടെയുള്ളവർ നേരിടുന്നുണ്ട്. കാരണം ഇവർ എല്ലാവരും, ഇവരിൽ ഭൂരിഭാഗം പേരും രാവിലെ ഇവിടെ എത്തിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ട് എന്ന കാര്യം. ചേട്ടാ, ഇന്ന് പോകാനുള്ളതായിരുന്നോ? അങ്ങോട്ടേക്കായിരുന്നു യാത്ര? ഷാർജ. ഇവിടെ വന്നതിന് ശേഷമാണോ അറിഞ്ഞത്? ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത്. അടിയന്തര യാത്ര എന്തെങ്കിലും ആണോ, അതോ ജോലിക്കോ? അത്യാവശ്യമായിട്ട് പോകാനിരുന്നത്. ഞാനല്ല, എൻ്റെ ചേച്ചിയാണ് പോകാനിരുന്നത്. ഇവിടെ എയർ ഇന്ത്യയുടെ ആണോ? ഇവരെന്താ പറയുന്നത്? എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. എന്താ പറയുന്നത് ഇപ്പോൾ അന്വേഷിക്കുമ്പോൾ? അല്ല, ഓൾറെഡി ഞങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ടിക്കറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവരുടെ ഭാഗത്തുനിന്ന് വേറെ മുന്നറിയിപ്പൊന്നും വന്നിട്ടില്ലായിരുന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അതിലൊരു ക്രമക്കേട് അല്ലെങ്കിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതൃപ്തരാണ്? ഉറപ്പായി. അവരുടെ ഭാഗം നമുക്ക് ചിന്തിക്കണമല്ലോ. അല്ല, നമ്മളിവിടെ വന്നപ്പോഴല്ലേ ക്യാൻസൽ ചെയ്തതെന്ന് അറിഞ്ഞത്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. നമ്മളിപ്പോൾ ഇനി വേറെ ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ചു പോകാൻ നിൽക്കുന്നു. ഇവിടത്തേക്ക് ആ ടിക്കറ്റ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 28. അപ്പോൾ നിങ്ങൾ എവിടുന്നാണ് വന്നേ? ഞങ്ങൾ പാറശാല. ഇനി 28-ാം തീയതിയിലേക്കാണ് ടിക്കറ്റ് ഷെഡ്യൂൾ ചെയ്തത്. അതെ, 28-ാം തീയതിയാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്.
ഡോക്ടർ അതാണ് ഇപ്പോൾ ഈ പലരും നേരിടുന്ന പ്രശ്നം ഈ മെസ്സേജുകളും അതിനോടൊപ്പം തന്നെ അറിയിപ്പുകളും ഒക്കെ വൈകി വന്നു. അതിനോടൊപ്പം തന്നെ വന്നത് പലരും കണ്ടിട്ടില്ല. ഇവിടെ എത്തി എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി ഇവിടെ എത്തിയതിന് ശേഷമാണ് ഇവരൊക്കെ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട് എന്ന കാര്യം തിരിച്ചറിയുന്നത്. കൂടാതെ തന്നെ ഇതിൽ പലരും ആദ്യമായി യാത്ര ചെയ്യുന്നവരും കൃത്യസമയത്ത് ജോലിക്ക് എത്തിച്ചേരേണ്ടവരും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആ അവസരം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലേക്കുള്ള ബുദ്ധിമുട്ട് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമോ എന്ന ആശങ്കകളൊക്കെ ഉണ്ട്. അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്കതാണ് മനസ്സിലായി ഗോപാൽ. ഇവരിൽ പലരുമൊക്കെ വിസ എടുത്ത് പോകുന്നവരാണ്. ജോലിക്ക് വേണ്ടിയിട്ട് വളരെ കാത്തിരുന്ന് വിസയൊക്കെ എടുത്ത് പോകുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. ചിലരൊക്കെ അത്യാവശ്യം ബിസിനസ് യാത്ര ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ ഒരുപക്ഷെ മറ്റു വഴികളിലൂടെ സർവീസുകൾ ഇന്ന് വൈകുന്നേരം തന്നെ യാത്ര പോകും. പക്ഷേ അതല്ലാതെ കഷ്ടപ്പെട്ട് വിസ എടുത്ത് ടിക്കറ്റ് എടുത്ത് കാത്തിരുന്ന് ജോലിക്ക് വേണ്ടി പോകുന്ന ആളുകളുണ്ട്. അപ്പം അവരെ സംബന്ധിച്ച് ഈ വിമാനയാത്ര ഇന്നിപ്പോൾ മാറിയിരിക്കുന്നത്, ഈ ക്യാൻസൽ ചെയ്തിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ അവർക്കെല്ലാം തിരികെ അവരുദ്ദേശിച്ച ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ. ഇപ്പോൾ സമയം 7:50. വടക്കൻ പറവൂരിൽ നിന്നുള്ള സുധീഷ് തോപ്പിൽ കെടാമംഗലം ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കേരളത്തിൽ വടക്കൻ പറവൂരുള്ള ഒരു അച്ഛൻ്റെ വേദന, എൻ്റെ മക്കൾ ഖത്തറിലുണ്ട്, ആശ്വാസം പകരാൻ സാറിൻ്റെ കയ്യിൽ വാർത്തകളുണ്ടോ? പരിഷ്കൃത ലോകത്ത് ഇനിയും യുദ്ധങ്ങൾ ഉണ്ടാകുമോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഇത് സുധീഷിൻ്റെ മാത്രം ചോദ്യമല്ല, ഇത് പശ്ചിമേഷ്യയിലോ ഏതെങ്കിലും ലോകത്തിനൊരു കോണിലുള്ള എല്ലാ മക്കളുകളുള്ള എല്ലാ അച്ഛന്മാരുടെയും അമ്മമാരുടെയും ആശങ്കയാണ്. തീർച്ചയായിട്ടും സുധീഷ്, ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് ഇനി ഖത്തറിലോ UAE-യിലോ മറ്റേതെങ്കിലും തരത്തിൽ ഇറാൻ്റെ ആക്രമണം ഉണ്ടാകും എന്ന് നമുക്ക് നിരീക്ഷിക്കുക വയ്യ. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി റഷ്യയിലാണുള്ളത്. അതേസമയം അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇനി ഒരു ആക്രമണം പശ്ചിമേഷ്യയിൽ നമ്മുടെ പ്രവാസി മലയാളികൾ ഏറ്റവും കൂടുതലുള്ള ഭാഗങ്ങളിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കൂ, മക്കൾ സേഫാണ് കേട്ടോ ഖത്തറിൽ. എല്ലാ മലയാളി സുഹൃത്തുക്കളും അവിടെ നിന്ന് വിളിച്ചറിയിക്കുന്നുണ്ട്. ഫോണിൽ വിളിച്ചിട്ടുണ്ടാവുമല്ലോ, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇന്നലെ രാത്രി കുറച്ച് മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന ഒരു മിസൈൽ ആക്രമണമാണ് നടന്നത്. പക്ഷേ ആ സമയത്തൊരു ആശങ്കയുണ്ടായിരുന്നു. കാരണം എന്തിൻ്റെ പുറപ്പാടാണ്, ഇറാനാണ്, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ നല്ല പ്രതിരോധ സംവിധാനം അവിടെയുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതൊരു പരീക്ഷിക്കാൻ വേണ്ടി വിട്ടത് മാത്രമായിരിക്കും. അതോടുകൂടി അവർ അവസാനിപ്പിച്ചു. അതുകൊണ്ട് സുന്ദരമായിട്ട് ഇരിക്കുക, മക്കളെയൊക്കെ വിളിച്ചിടയ്ക്ക് അന്വേഷിക്കുക. താങ്കൾ പറഞ്ഞതുപോലെ ഈ യുദ്ധം ഒഴിഞ്ഞ് ഈ പരിഷ്കൃത ലോകം എന്ന് മാറും എന്ന് ചോദിച്ചാൽ അതിനുത്തരം നമ്മുടെ കയ്യിലില്ല. നമ്മൾ തന്നെ യുദ്ധം നിർത്തിയിട്ടില്ല. നമ്മുടെയൊക്കെ